ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇൻസ്റ്റൻറ്റ് സ്നാക്കാണ്, പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ മധുരമുള്ള ഉണ്ണിയപ്പമാണല്ലേ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിയാണ്, എരിവുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കവിത കല്യാണമാണ്. കവിതയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം ഇത്രയും നല്ല ഒരു റെസിപ്പി എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തന്നതിന്. നല്ല ക്രിസ്പി ആൻഡ് സ്പോഞ്ചി ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ പറയാം, നിങ്ങൾക്ക് അരിയിലും ഉണ്ടാക്കാം അരിപ്പൊടിയിലും ഉണ്ടാക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 മുട്ടയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് മൈദാമാവ് 1 മുട്ട, ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി കിട്ടും. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. ഏത് തരം അരിപ്പൊടിയും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പുട്ടുപൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചരി ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദയും കൂടെ ചേർത്തതിന് ശേഷം 3/4 കപ്പ് വെള്ളമാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. ഞാനിത് മെഷറിങ് കപ്പിൻ്റെ അളവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയും കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു അളവിലുള്ളതാണ് മിക്സിയിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പച്ചരി വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചരി നിങ്ങൾ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പാടില്ല. കാരണം മാവ് ചൂടായി പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അതായത് ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ജീരകം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാവിലിട്ട് അരച്ചു കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ അപ്പാടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സവാള വേണം, ക്യാരറ്റ്, പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ 1 കപ്പാണ് നിങ്ങൾ പച്ചരി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ ക്യാരറ്റും മതിയാവും. പിന്നെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതായത് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് സാധാരണ തോരനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഞാൻ ആദ്യം തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അതേ ചോപ്പറിൽ തന്നെ നമുക്ക് സവാളയും ചോപ്പ് ചെയ്തെടുക്കാം. സവാളയും നിങ്ങൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. കൈകൊണ്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതും ഇവിടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ മാവിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മാവ് അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി നമുക്ക് 2 ചെറിയ ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നല്ല നാടൻ കുരുമുളകും ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 എണ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. അവിടെ എവിടെയൊക്കെ ആയിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം ഞാനിങ്ങനെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുഴിയപ്പച്ചട്ടി, കാരച്ചട്ടി എന്നൊക്കെ പറയും, അത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിത് റെസിപ്പി എനിക്ക് ഫ്രണ്ട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ഒരു
5എണ്ണം ഉണ്ടാക്കി നോക്കി. ആ ഒരു സമയത്ത് ഓയിൽ ഒഴിച്ചപ്പോൾ ഉള്ള ആ ഒരു ഇതാണ് കേട്ടോ അത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നിറയെ ഒഴിച്ചു കൊടുക്കുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വലിയ കുഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് നിറച്ച് ഫില്ലാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുഴപ്പച്ചട്ടിയിൽ നമ്മളൊരു പാതി, ഓരോ കുഴിയിലും പകുതിയോളം എണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണ മുകളിലേക്ക് വന്നിട്ട് അത് ഫില്ലായിക്കോളും. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ തിരിച്ചിടും. എന്നിട്ടാണ് നമ്മളിത് എടുക്കുക. അതായത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്കാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇത് ഇളക്കി ഇങ്ങനെ മറിച്ചിടാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ പപ്പടം കുത്തി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തിരിച്ചിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിടാൻ പറ്റും, അതിലൊട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പം വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. പിന്നെ റമദാനാണ് വരാൻ പോകുന്നത്. അപ്പോൾ റമദാനിൽ നമുക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു സ്നാക്കും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൈര് ഒഴിച്ചിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി. അതിൽ ഞാൻ ആ ഒരു ചമ്മന്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.